ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ നമ്മളുടെ ചിന്തയ്ക്കായിട്ട് വിശുദ്ധ ബൈബിളിലെ സങ്കീർത്തനം 34 അധ്യായം 7-8 വാക്യങ്ങൾ. യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവനെ വിടുവിക്കുന്നു. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ഒരിക്കൽ കൂടെ വായിക്കാം. യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ഈ ഭാഗ്യാവസ്ഥയിലേക്ക് നമുക്ക് എങ്ങനെ കടക്കാൻ പറ്റും? അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഒന്നാമത് യഹോവയിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. യഹോവയിൽ ആശ്രയിക്കുന്നവനെ ദൈവത്തിൻ്റെ ദൂതന്മാരെ കാവൽ നിർത്തി അവനെ സംരക്ഷിക്കും. അതുകൊണ്ട് ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ജീവിതത്തിലുണ്ടാകും. പക്ഷേ ഇതിൽ നിന്നെല്ലാം വിടുതലുണ്ടാകണമെങ്കിൽ സർവശക്തനായ ദൈവത്തിലുള്ള ആശ്രയം, അവൻ്റെ പുത്രനായ ക്രിസ്തുവിലുള്ള വിശ്വാസം, ക്രിസ്തുവിൻ്റെ ജീവിതശൈലി അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ പ്രമാണങ്ങളനുസരിച്ചുള്ള ജീവിതം, ഇതൊക്കെയാണ് വളരെ കാതലായിട്ടുള്ള വിഷയങ്ങൾ. അങ്ങനെയുള്ളവർക്ക് യാതൊരു പരാജയവും ഉണ്ടാകത്തില്ല, യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ്. ഞാൻ മനസ്സിലാക്കാനായിട്ട് ഒരു 2 കപ്പലിൻ്റെ കഥ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ ഒരു കപ്പൽ, അതിൻ്റെ ഒരു മിലിറ്ററിയിലെ ഒരു ചാപ്ലൈൻ ഇങ്ങനെ കടപ്പുറത്തൂടെ നടന്നപ്പോൾ ഒരു നാവികനെ കണ്ടു. അദ്ദേഹത്തിൻ്റെ ഉടുപ്പിൻ്റെ ഫ്രണ്ടിൽ ഒരു മത്സ്യത്തിൻ്റെ ചിത്രം ഇങ്ങനെ കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു. അയാളോട് ചോദിച്ചു, ഇതെന്താ സംഭവം? അപ്പോൾ അയാൾ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പറഞ്ഞതാണ്. അതായത് അദ്ദേഹം ഇതുപോലെ കപ്പലിൽ സ്ഥിരമായിട്ട് സഞ്ചരിക്കുന്ന ആളാണ്. ഒരിക്കൽ ഇങ്ങനെ കപ്പലിൽ ഇങ്ങനെ പോയ സമയത്ത് അഗാധമായ ഒരു സ്ഥാനത്തോട് ഇങ്ങനെ പോയി അവസാനം ഈ കപ്പലിനെ ഒരു പാറയിൽ ചെന്ന് ഇടിച്ചു. പാറയിൽ ഇടിച്ചു കഴിഞ്ഞപ്പോൾ ഈ കപ്പലിൻ്റെ അടിഭാഗമൊക്കെ പൊട്ടി വെള്ളം ഇങ്ങനെ ശക്തമായിട്ട് മേളോട്ട് വരിക. ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ കപ്പിത്താൻ ഓടി വന്നിട്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഉള്ളിടത്തോളം ഈ മോട്ടർ ഉപയോഗിച്ച് വെള്ളം എല്ലാം പമ്പ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ക്യാബിനിൽ പോയി അദ്ദേഹം പ്രാർത്ഥിക്കുകയായിരുന്നു. തിരിച്ച് വന്നപ്പോൾ അപ്പോഴും വെള്ളത്തിൻ്റെ ശക്തി കുറഞ്ഞിട്ടില്ല. ഇദ്ദേഹം പറഞ്ഞു, ശരി, നിങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുക, ശക്തമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഈ മോട്ടറിനെ പ്രവർത്തിക്കാൻ പറഞ്ഞു. എന്നിട്ട് വീണ്ടും അദ്ദേഹം ക്യാബിനിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. എന്തിനു പറയുന്നു? വളരെ കുറഞ്ഞ സമയത്തിനിടയിൽ ഈ വെള്ളത്തിൻ്റെ ശക്തി അങ്ങ് മേളോട്ടുള്ള വരവ് കുറയുന്നു. അങ്ങനെ വന്ന് സാവകാശം വെള്ളത്തിൻ്റെ മുഴുവൻ അകത്തേക്ക് കടക്കുന്ന അത് മുഴുവൻ അടഞ്ഞിരിക്കുന്നു. അതെന്താ സംഭവിച്ചതെന്ന് നോക്കി. അവർ നോക്കിയപ്പോൾ എന്താ അവിടെ സംഭവിച്ചിരിക്കുന്നറിയാം? ഒരു വലിയ ഹോളായിരുന്നു അത്. ആ ഹോളിൽ ഈ ഡോൾഫിൻ എന്ന് പറഞ്ഞൊരു മത്സ്യമുണ്ട്. അത് ഈ വെള്ളത്തിൻ്റെ വളരെ ശക്തമായിട്ട് മുകളിലോട്ട് ചാടുന്നതാണ്. ഈ ഹോളിൽ കൂടെ ഒരു ഡോൾഫിൻ ഇങ്ങനെ ശക്തമായിട്ട് മുകളിലേക്ക് വന്നു. ഈ ഹോളിൽ വന്നിട്ട് കയറി അങ്ങ് ജാമായി. അതോടുകൂടി ആ വെള്ളത്തിൻ്റെ വരവ് നിലച്ചു. അവർ ശാന്തമായി സുഖമായിട്ട് അവരുടെ യാത്ര തുടരുകയും ചെയ്തു. അപ്പോൾ അവിടെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവഹിതപ്രകാരം പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യൻ്റെ അത്ഭുതകരമായ ഒരു വിടുതലിനെ കുറിച്ചാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം കപ്പലിന് അപകടം വന്നപ്പോൾ തന്നെ അദ്ദേഹം ദൈവത്തോട് ആലോചന ചോദിച്ചു, പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. പ്രാർത്ഥിക്കുകയും ചെയ്തു, അതോടുകൂടി പ്രവർത്തിക്കുകയും ചെയ്തു. അപ്പോൾ ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിച്ചു.
നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ധാരാളം സംഭവങ്ങളൊക്കെ ഉണ്ടാകും. അതേ സമയത്ത് മറ്റൊരു കപ്പലിൻ്റെ കാര്യം കൂടെ ഞാൻ പറയാം. അതായത് ലോകം കണ്ടിട്ടുള്ളത് വെച്ചുള്ള ഏറ്റവും വലിയൊരു കപ്പൽ എന്നാണ് അന്ന് അതിനെക്കുറിച്ച് പറയുന്നത്. ദ മോസ്റ്റ് ലക്ഷൂറിയസ് ആൻഡ് ബിഗസ്റ്റ് ഷിപ്പ് എവർ ബിൽറ്റ്. അതുവരെ ഉള്ളതിൽ ഏറ്റവും വലുതും എല്ലാ സൗകര്യങ്ങളുമുള്ള മനോഹരമായ വലിയ ഒരു കപ്പൽ. ആ കപ്പലിൻ്റെ അതൊക്കെ വലിയ ഇരുമ്പ് പാളികളുണ്ട് ഇങ്ങനെ ശക്തമായിട്ട് ഉറപ്പിച്ചിരിക്കുക. അതിൻ്റെ ഉദ്ഘാടനം നടക്കുകയാണ്. ഉദ്ഘാടന സമയത്ത് അതൊരു ഒരു ടൂർ പ്രോഗ്രാം അറേഞ്ച് ചെയ്തുകൊണ്ട് അന്നത്തെ അവിടുത്തെ വലിയ വലിയ പണക്കാരും അതുപോലുള്ള ആൾക്കാരും എല്ലാം ഇതിനകത്ത് കയറി. ഏകദേശം 1500 ആളുകൾ കൂടുതലുണ്ട് ഇതിനകത്ത്. അത് ഉദ്ഘാടന സമയത്ത് അതിൻ്റെ ചീഫ് എഞ്ചിനീയർ പറയുകയാണ്, ദൈവം പോലും വിചാരിച്ചാൽ ഈ കപ്പലിന് യാതൊരു ദോഷവും വരുത്താനൊക്കത്തില്ല. അതിൻ്റെ പേരാണ് ടൈറ്റാനിക് എന്ന് പറയും. ഈ ടൈറ്റാനിക്കിനെ തകർക്കാൻ ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും സാധിക്കത്തില്ല. അങ്ങനെ ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ധിക്കാരപരമായിട്ട് അവരുടെ യാത്ര അങ്ങോട്ട് തുടർന്നു. അപ്പോൾ ഇവർ യാതൊരു അപകടവും ഉണ്ടാകത്തില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് ഈ ലൈഫ് ബെൽറ്റും അങ്ങനെയുള്ള കാര്യങ്ങളോ സംവിധാനങ്ങളൊന്നും രക്ഷപ്പെടാനുള്ള കാര്യങ്ങളൊന്നും അവർ ക്രമീകരിച്ചിട്ടില്ല. വലിയ വിശാലമായ ഒരു ഒരു ഇത് ഒരു കപ്പൽ. അതിനകത്ത് നൂറുകണക്കിന് ആളുകൾക്ക് ഇരുന്ന് സുഖമായിട്ട് കളിക്കാം, അല്ലെങ്കിൽ ഡാൻസ് ചെയ്യാം, ഭക്ഷണം കഴിക്കാം, എല്ലാ ക്രമീകരണങ്ങളും ഉള്ളത്. അങ്ങനെ അവർ ഈ കപ്പൽ ഇറങ്ങി യാത്ര തുടർന്നു. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ കൂടെയാണ് യാത്ര തുടർന്ന് കഴിഞ്ഞ് കുറേ അങ്ങോട്ട് പോയപ്പോൾ ഒരു വേറൊരു കപ്പലിൽ നിന്നൊരു മെസ്സേജ്. ആ മെസ്സേജ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം, നിങ്ങളുടെ ഗതി മാറിപ്പോണം, വലിയ ഭീമാകാരമായിട്ടുള്ള ഒരു മഞ്ഞുമല ഒഴുകി വരുന്നുണ്ട്, അതുകൊണ്ട് സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് വേറൊരു കപ്പലുകാർ സന്ദേശം കൊടുത്തു. അവർ പറഞ്ഞ്, ഇതെന്ത്, ഈ ടൈറ്റാനിക്ക് തകർക്കാൻ ദൈവം വിചാരിച്ചാൽ പോലും സാധിക്കത്തില്ലെന്നുള്ള അഹങ്കാരമല്ലേ അവരുടെ ഉള്ളിൽ. നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്ക്, ഞങ്ങൾക്കറിയാൻ പോകേണ്ട വഴി. ആ മനോഹരമായ കപ്പൽ, വലിയ കപ്പൽ, അതിൻ്റെ പുറത്ത് 2 പേര് നിൽപ്പുണ്ട്. അവർ ഫ്ലീറ്റ് ആൻഡ് ലീ എന്ന അവരുടെ പേര്. അവർ കപ്പലിൻ്റെ കണ്ണുകളായിട്ടാണ് നിൽക്കുന്നത്. ആ പ്രകൃതിയുടെ എല്ലാ ഗതിയും മനസ്സിലാക്കി, കപ്പലിൻ്റെ സ്ഥാനമെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെ എല്ലാം വീക്ഷിച്ചുകൊണ്ടാണ് അവർ വെളിയിൽ നിൽക്കുന്നത്. അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ ഈ കപ്പലിന് ഒരു ചെറിയ കുലുക്കം തോന്നിയപ്പോൾ അവരാരും മൈൻഡ് ചെയ്തില്ല. അതിനകത്താണെങ്കിൽ ആളുകൾ ഡാൻസ് ചെയ്യുന്നു, പാട്ട് പാടുന്നു, കളിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, അങ്ങനെ വലിയ മേളമാണ്. അത് അവർക്ക് വളരെ സന്തോഷം. അവർക്ക് പൈസ ഉണ്ട്, സാധനങ്ങളെല്ലാം ഉണ്ട്, ഒരു അപകടം ഉണ്ടാകത്തില്ലെന്നല്ല ഉറപ്പുമുണ്ട്. ആ ചെറിയൊരു കുലുക്കം ഉണ്ടായപ്പോൾ അവരത് മൈൻഡ് ചെയ്തില്ല. കുറച്ചുകൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഈ കപ്പലിൻ്റെ അകത്തെ ലൈറ്റ് മുഴുവൻ ഓഫായി. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇതെന്തോ കുഴപ്പമുണ്ടല്ലോ. അപ്പോൾ അവർ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തി. കപ്പിത്താനും എല്ലാം ഇറങ്ങി താഴെ വന്ന് നോക്കിയപ്പോൾ അവരുടെ ഭീമാകാരമായിട്ടുള്ള ദ ബിഗസ്റ്റ് ആൻഡ് ലക്ഷൂറിയസ് ഷിപ്പ്, ഇതിൻ്റെ അടിത്തട്ട് പൊട്ടി പൊളർന്ന് 2ആയിട്ടിരിക്കുന്നു. നിമിഷങ്ങൾ കൊണ്ട് ഈ കപ്പൽ മൊത്തമായിട്ട് മുങ്ങി താഴെ സമുദ്രത്തിലേക്ക് പോകും. ആ സമയത്ത് അവർ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ നോക്കി. മുമ്പേ മെസ്സേജ് തന്നിരുന്ന ആ കപ്പലുകാരെയൊക്കെ വിളിച്ചു. അവരൊന്നും മറുപടി പറഞ്ഞില്ല. ഇവർക്ക് രക്ഷപ്പെടാനുള്ള ലൈഫ് ബെൽറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അവസാനം ഏകദേശം 1500 ആളുകളുമായിട്ട് ആ ലോക ചരിത്രത്തിൽ തന്നെ സ്ഥാനം പിടിച്ചിട്ടുള്ള ഈ ടൈറ്റാനിക് കപ്പൽ
എന്നേക്കുമായിട്ട് അറ്റ്ലാന്റിക്കിൻ്റെ അടിത്തട്ടിലേക്ക് പോയി. എന്നാൽ അറ്റ്ലാന്റിക് സമുദ്രമാണെങ്കിൽ അന്നേരം ഒരു കോളൊന്നുമില്ല, നല്ല തിരമാലയൊന്നുമില്ലാതെ നല്ല സ്ഫടികം പോലെ കിടക്കുന്ന ഇതാണ്. ആ സ്ഥാനത്ത് ദൈവം സൃഷ്ടിച്ച് വിട്ട ഒരു മഞ്ഞ് മല ഇങ്ങോട്ട് വന്നപ്പോൾ യവൻ ഇതുവരെ ഉണ്ടാക്കിയതിൽ വെച്ച വലിയത് ദൈവത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് അത് മുമ്പോട്ട് പോയപ്പോൾ നിസാരമായിട്ട് അത് പൊളിഞ്ഞു പോയി. ഇത് നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ചില സത്യങ്ങളുണ്ട്. നമ്മൾ ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നമ്മുടെ പണം കൊണ്ട്, നമ്മുടെ ആരോഗ്യം കൊണ്ട്, നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട്, സാമ്പത്തിക നേട്ടം കൊണ്ട് എന്തെങ്കിലും നേടാം എന്ന് വിചാരിച്ചാൽ അവൻ ഫൂളിഷാണ്, അവൻ വിഡ്ഢിയാണെന്നേ പറയാൻ പറ്റുന്നു. ഇപ്പോൾ മനുഷ്യനെല്ലാം ചെയ്യുന്നത് ഈ എങ്ങനെയെങ്കിലും പണം വാരിക്കൂട്ടണം, പണം. പക്ഷേ ഈ പണം കൊണ്ട് അവനെ കൊണ്ട് പോകാനൊക്കുമോ? സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഈ ന്യായവിധി ദിവസത്തിൽ ലോകത്തിൽ ഉണ്ടായിട്ടുള്ള സകല മരിച്ചവരും ജീവിച്ചവരും എല്ലാം ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുണ്ടായിട്ട് വരും. അവിടെ അതാണ് മലയാളത്തിൽ ഒരു കവിതയുണ്ട്, രാജാക്കളെയും പ്രജയായി ഗണിക്കും രാജാവൊരാളുണ്ട്, അവിടുത്തെ മുമ്പിൽ കുമ്പിട്ടു നിൽക്കേണ്ടി വരുന്നു, പാരിൽ കുനിഞ്ഞവനും കുനിയിച്ചവനും. ഭൂമി വിളിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ കുനിഞ്ഞവനും മറ്റുള്ളവരെ തങ്ങളുടെ മുമ്പിൽ കുനിയിച്ചവനും എല്ലാം ഈ സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിൽ കുനിയേണ്ടതായിട്ട് വരും. അപ്പോൾ ദൈവം 2-3 ചോദ്യം ചോദിക്കുന്നുണ്ട്. വിശുദ്ധ ബൈബിളിലെ 25-ാം അധ്യായം, മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൽ അത് വിവരിച്ചിട്ടുണ്ട്. ഒന്ന്, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചോ? ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടോ? ഞാൻ വിശന്നിരുന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നോ? ഞാൻ തടവിലായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടോ? ഇതുപോലെ വളരെ പ്രസക്തമായ ചില 3-4 ചോദ്യങ്ങൾ ചോദിച്ചു. മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട, ചിലപ്പോൾ അവിടെ കൂടിയാൽ 2 കൂട്ടരുമാണ്, ചെയ്തവരുണ്ട് ചെയ്യാത്തവരുണ്ട്. ചെയ്യാത്തവരാ കൂടുതൽ. അപ്പോൾ അവരെ 2ആയിട്ട് അങ്ങ് ദൈവം തിരിച്ചു കഴിഞ്ഞിട്ട് അപ്പം ചിലർ ചോദിച്ചു, നിന്നെ എപ്പോഴാണ് ഞങ്ങൾ അങ്ങനെ നഗ്നനായിട്ടോ രോഗിയായിട്ടോ അല്ലെങ്കിൽ തടവിലൊക്കെ കണ്ട് അങ്ങനെ സംഭവം നടന്നതായിട്ട് ഞങ്ങൾ ഓർക്കുന്നില്ലല്ലോ. അപ്പം ദൈവം പറയുന്ന ഒരു മറുപടിയുണ്ട്, ഈ പാവപ്പെട്ടവന് ചെയ്യുന്നത് എനിക്ക് ചെയ്തു എന്നാണ്. അതായത് ദൈവത്തിൻ്റെ എന്ത് നീതിമാനാണ് ദൈവത്തിൻ്റെ തീരുമാനം. അതായത് ഈ പാവപ്പെട്ടവൻ്റെ ആളാണ് ദൈവം. കാരണം കുറച്ച് പേർക്ക് കുറേ പണവും ആരോഗ്യവും എല്ലാം കൊടുത്തു, അത് അവന് സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ മാത്രമല്ല, അത് മറ്റുള്ളവരുടെ അതില്ലാത്തതിന് വേണ്ടി ഷെയർ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അവൻ്റെ ഔദാര്യമല്ല, അവൻ ചെയ്യേണ്ട കടമയാണ്. അത് ചെയ്യാതിരിക്കുന്നത് ദോഷമെന്നല്ല, അവൻ സമാധാനം പറയേണ്ടി വരും. വിശുദ്ധ ബൈബിൾ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ഇതുപോലൊരു പുസ്തകം ലോകത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ പുസ്തകം മുഴുവൻ, ഈ ബൈബിള് നശിപ്പിച്ച് കളയാനായിട്ട് ധാരാളം ആൾക്കാർ ശ്രമിച്ചിട്ടുണ്ട്. ഇതിനെ കോപ്പിയെല്ലാം തീയിട്ട് കളയാമെന്ന് പറയും, നീറോ ചക്രവർത്തിയുടെ കാലത്തൊക്കെ. പക്ഷേ എന്താ സംഭവിച്ചേ? നീറോ ചക്രവർത്തി പരാജയപ്പെട്ടു, ബൈബിളെ പരാജയപ്പെട്ടില്ല. ധാരാളം ക്രിസ്ത്യാനികളെ കൊന്നു. പക്ഷേ അതുകൊണ്ടൊന്നും ആ പ്രസ്ഥാനം നശിച്ചില്ല. ഇന്ന് ലോക ജനസംഖ്യയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു മഹാപ്രസ്ഥാനം അതായത് എന്തുകൊണ്ടാണ് വന്നത്? സർവശക്തനായ, സർവവ്യാപിയായിരിക്കുന്ന, അദൃശ്യനായിരിക്കുന്ന, അരൂപിയായിരിക്കുന്ന ആ മഹാശക്തി, സകല നന്മകളുടെ ഉറവിടമായിരിക്കുന്ന ആ ദൈവം ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചു. കോടാനുകോടി നക്ഷത്രങ്ങളെ അന്തരീക്ഷത്തിൽ സൃഷ്ടിച്ച് നിർത്തിയിരിക്കുകയാണ്. അതെല്ലാം അതിനോട് പറയുന്ന രീതിയിൽ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ദൈവം പറഞ്ഞ അനുസരിക്കാത്ത ഒരേ ഒരു സൃഷ്ടി എന്ന് പറയുന്നത് ഈ മനുഷ്യൻ. അതിന് സംഭവം കാരണം എന്താ? അവനൊരു സ്വാതന്ത്ര്യം കൊടുത്തു. 2 വഴികൾ ദൈവം അവർക്ക് മുമ്പിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് നീ എൻ്റെ കൽപ്പന പ്രമാണിച്ചുകൊണ്ട് നീ സത്യം, നീതി, സ്നേഹം, കരുണ, ദയ, വിശ്വസ്തത, ഇന്ദ്രിയം ഇതുപോലുള്ള സ്വഭാവത്തിൽ നിങ്ങൾ ജീവിക്കുക. അത് പരിശുദ്ധാത്മാവാണ് ആ ശക്തി എന്ന് പറയുന്നത്. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് ആശ്രയിച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ കൂടെ കാണും. നമ്മുടെ ഹൃദയത്തിന് മാറ്റമുണ്ടാകും. അപ്പോൾ നമ്മൾ പുതിയ സൃഷ്ടിയായി തീരുമെന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. പുതിയ സൃഷ്ടിയായി തീരും. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. പഴയ സ്വഭാവം എല്ലാം മാറും. അങ്ങനെ ഒരു പുതുമയിലേക്ക് നമുക്ക് വരണം.
ആ പുതിയ സൃഷ്ടിയായിട്ട് തീരണം. അതേ സമയത്ത് മറ്റൊരു ശക്തി കൂടെ, അത് ഈ ദൈവത്തിൻ്റെ അധീനതയിൽ തന്നെ ഉള്ളതാണ്, താഴെയുള്ളതാണ്. അത് പൈശാചിക ശക്തി, ഈവിൾ സ്പിരിറ്റ്. അതിന് അസത്യം, അഹങ്കാരം, കൊല, എല്ലാ പിന്നെ കോപം, ക്രോധം, ശോഢ്യം, ഇതെല്ലാം അതിനകത്ത് വരുന്നതാണ്. ഇതിലിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ നമുക്ക് ദൈവം സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. അതിൽ ദൈവത്തിൻ്റെ ഹിതം പ്രമാണിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട്, ദൈവഹിതപ്രകാരം നമ്മൾ ജീവിച്ചാൽ നമ്മൾ ജീവിതം സേഫായിരിക്കും, സുരക്ഷിതമായിരിക്കും. നമുക്ക് എവിടെയും ധൈര്യമായിട്ട് പോകാം. ഇത് വെറുതെ പറയുന്നതല്ല, ഞാൻ എൻ്റെ അനുഭവത്തിൽ കൂടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. ഈ ദൈവത്തെ പിന്നെ വിട്ട് നിങ്ങൾ ഒരിക്കലും പോകരുത്. അത് നമ്മുടെ നാശത്തേക്കുള്ള പോക്കാണ്. അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടൊരു മാറ്റമാണ്. യഹോവ നല്ലതിനെന്ന് രുചിച്ചറിയാനാണ് പറയുന്നത്. അവനെ ഇപ്പോൾ മേശപ്പുറത്ത് പല ഭക്ഷണം കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ദ ബെസ്റ്റ് ഏതാണെന്ന് അറിയണമെങ്കിൽ എല്ലാം കുറേശ്ശെ എടുത്ത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോഴേ അതിൻ്റെ ടേസ്റ്റ് അറിയാൻ ഒക്കത്തുള്ളൂ. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ അവിടെ ദൈവം, ഇവിടെ ദൈവം, ഒരുപാട് ദൈവങ്ങൾ, മനുഷ്യരെ എല്ലാം പിടിച്ച് ദൈവങ്ങളാക്കുന്നു. പല സൃഷ്ടികളെ പിടിച്ച് ദൈവത്തിൻ്റെ സൃഷ്ടിയായ പല പിന്നെ കല്ലിനെയും മരത്തിനെയൊക്കെ ദൈവമായിട്ട് പറഞ്ഞുകൊണ്ട് ആരാധിക്കുന്നു. അതല്ല, യഥാർത്ഥ സത്യം ഏതാണെന്ന് മനസ്സിലാക്കണം. അതായത് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവം മനുഷ്യനെ വെളിപ്പെടുത്തി, ദൈവത്തിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തി കൊടുക്കാനായിട്ട് ദൈവം തന്നെ ഭൂമിയിലേക്ക് വന്നു. അതാണ് യേശുക്രിസ്തു. എന്തിനാ വന്നത്? ഈ മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൽ നിന്ന് അവനെ രക്ഷിക്കാനായിട്ടാണ്. അവനിൽ കൂടെ മാത്രമേ രക്ഷ നമുക്ക് കിട്ടത്തുള്ളൂ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ തന്നില്ല. അതുകൊണ്ട് സർവശക്തനായ ദൈവത്തിൻ്റെ അടുക്കൽ എത്തണമെങ്കിൽ ഈ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം. ക്രിസ്തുവിൻ്റെ ജീവിതശൈലി നമ്മുടെ ജീവിതത്തിൽ സ്വായത്തമാക്കണം. ആ ജീവിതശൈലി അനുസരിച്ച് ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ പ്രമാണങ്ങൾ, അദ്ദേഹത്തിൻ്റെ കൽപ്പനകൾ നമ്മൾ പാലിക്കണം. അപ്പോൾ നമ്മൾക്ക് സന്തോഷമായിട്ട് ലോകത്തിൽ ജീവിക്കാം, സമാധാനമായിട്ട് ജീവിക്കാം. അവൻ്റെ ദൂതന്മാർ എപ്പോഴും നമ്മളെ കാത്തുകൊള്ളൂ എന്നാണ് വിശുദ്ധ ബൈബിളിൽ പറഞ്ഞത്. ദൈവത്തിൻ്റെ വാക്കിനൊന്നും ഒരു മാറ്റവും വരത്തില്ല. അതേസമയത്ത് ദൈവത്തെ വിട്ടുപോയി കഴിഞ്ഞാൽ അവൻ നാശത്തിലേക്കായിരിക്കും പോകുന്നത്. ഈ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിച്ചാൽ അവന് ജീവിക്കുമ്പോൾ തന്നെ സന്തോഷവും സമാധാനവും ഉണ്ടാകും. മരിച്ചു കഴിഞ്ഞാൽ ദൈവത്തോടൊപ്പമായിരിക്കും. അവിടുത്തെ ആ സന്തോഷം നമുക്ക് വർണ്ണിക്കാൻ പറ്റത്തില്ല. ഞാൻ ചെറിയ തോതിൽ മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ടാണ്, എനിക്ക് അനുഭവിച്ചിട്ടുള്ളത് ഞാൻ വീണ്ടും പറയുന്നത്. അതേസമയത്ത് നമ്മുടെ ഈ ചെറിയ ജീവിതത്തിൽ ഈ ഭൗതിക കാര്യങ്ങൾക്ക് മാത്രം ശ്രദ്ധ കൊടുത്തുകൊണ്ട് കിട്ടുന്നിടത്തോളം പണം ഏത് അധർമ്മ മാർഗത്തിൽ കൂടെ 1 ലക്ഷം 2 ലക്ഷം ശമ്പളം വാങ്ങിക്കുന്നും പോലും അവൻ കാര്യം സാധിക്കുമെങ്കിൽ അവന് വേറെ കാശ് കൊടുക്കണം എന്ന അധർമ്മം നടക്കുന്ന ഈ രാജ്യത്ത് ഇങ്ങനെ ഈ അനീതിക്ക് വിധേയമായിട്ട് ആര് ശബ്ദം ഉയർത്തുന്നുണ്ട്? അതുകൊണ്ട് അങ്ങനെയുള്ള ജീവിതം കൊണ്ട് ഇത് നമ്മൾ അവിടെ ചെല്ലുന്ന ഇത് നമുക്ക് വല്ലതും കൊണ്ടുപോകാൻ പറ്റുമോ? എന്തെങ്കിലും ഒരു സംഗതികളെ നമ്മുടെ ഇംഗ്ലീഷിലൊരു ഒരു പാഠം ഞാൻ പഠിപ്പിച്ച് ഓർക്കുന്നുണ്ട്. ഒരു ചോദ്യം ഉണ്ടായിരുന്നു, വാട്ട് ഫോളോസ് എ മാൻ ആഫ്റ്റർ ഹിസ് ഡെത്ത്? എന്താണ് ഒരു മനുഷ്യനെ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ കൂടെ പോകുന്നത്? അതിന് ഉത്തരം അതിനകത്ത് പറഞ്ഞിരിക്കുക, അവൻ്റെ ബാങ്ക് ബാലൻസോ കാറോ പിന്നെ മറ്റ് പ്രോപ്പർട്ടി എന്തെങ്കിലുമോ അവൻ്റെ ഒന്നും, അത് ഈവൻ നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ പോലും, ഭാര്യയായാലും ഭർത്താവായാലും മക്കളായാലും ആരും അങ്ങോട്ട് വരത്തില്ല. ഒരു 2 കാര്യങ്ങൾ പോലും അവൻ്റെ കൂടെ, അതായത് ഹിസ് ഗുഡ് ഡീഡ്സ് ആൻഡ് ബാഡ് ഡീഡ്സ്, ഇത് രണ്ടുമാണ് നമ്മളെ ഫോളോ ചെയ്യുന്നത്. അത് വെച്ചിട്ടാണ് ദൈവം നമ്മളെ വിലയിരുത്തുന്നത്. അത് വെച്ചിട്ടാണ് നമുക്ക് ദൈവത്തോടൊപ്പമാണോ സ്ഥാനം, അതോ നാശത്തിലേക്കാണോ, സാത്താൻ്റെ രാജ്യത്തിലേക്കാണോ, ദൈവത്തിൻ്റെ രാജ്യത്തിലേക്കോ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അത് ഈ ജീവിക്കുന്ന ഈ കുറഞ്ഞ കാലത്തെ ജീവിതത്തിൽ കൂടാണ് നമുക്ക് തെളിയിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വളരെ വിനീതമായിട്ട് തികഞ്ഞ ആത്മാർത്ഥ സ്നേഹത്തോടുള്ള അനുഭവത്തിൽ പറയുകയാണ്, ഈ ദൈവത്തെ നിങ്ങൾ വിശ്വസിക്കണം, യേശു ക്രിസ്തു വിശ്വസിക്കുക. അവനെ കഴിഞ്ഞൊരു ദൈവം ഇവിടെ ഇല്ല. മരിച്ചിട്ടുയർത്തെഴുന്നേറ്റ ചരിത്രം ലോകത്തിൽ വേറെ ആർക്കുമില്ല. യഥാർത്ഥ മനുഷ്യൻ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ തന്നെ മരിച്ചവരെ ഉയർപ്പിച്ചു, രോഗികൾക്ക് സൗഖ്യം കൊടുത്തു, അത്ഭുതങ്ങൾ മാത്രം പ്രവർത്തിച്ചു. പക്ഷേ മനുഷ്യൻ ദൈവത്തിന് തിരിച്ചു കൊടുത്തതെല്ലാം ഇതിൻ്റെ എതിരായിട്ടുള്ള കാര്യങ്ങളാണ്. അതൊന്നും ദൈവത്തിന് വിഷയമല്ലായിരുന്നു. മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ദൈവം ജാതിയും അതും ഒന്നും സൃഷ്ടിച്ചിട്ടില്ല, മനുഷ്യരെ സൃഷ്ടിച്ചു. ആ മനുഷ്യൻ ദൈവഹിതപ്രകാരം ജീവിക്കണമെന്ന്, ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കണമെന്ന് മാത്രമേ ദൈവം പറയുന്നുള്ളൂ.
നിങ്ങൾ നീതിയോടെ നടക്കണമെന്നും പിന്നെ ദയാപൂർവം പെരുമാറണമെന്നും അല്ലാതെ ഞാൻ നിങ്ങളോട് എന്താവശ്യപ്പെടുന്നതാണ് ബൈബിളിൽ ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ നീതിയോടെ നടക്കണം, സത്യസന്ധമായി ജീവിക്കണം, സ്നേഹത്തിൽ വസിക്കണം. ഇത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ആ സർവശക്തനായ ദൈവത്തിൽ അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിലേക്ക് പിന്നെ അപ്പോൾ ഉണ്ടാവും. ഈ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയണം. അതിനെന്തെങ്കിലും പുണ്യസ്ഥലങ്ങളിൽ പോകേണ്ട കാര്യമില്ല. വീട്ടിൽ നിന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതി. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു എന്നാണ്. നമ്മൾ വീട്ടിൻ്റെ മുറിയിലിരുന്നുകൊണ്ട് പിന്നെ യേശുക്രിസ്തുവിന് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞു കഴിഞ്ഞാൽ ദൈവം പാപം ക്ഷമിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരും. നമ്മൾ പുതിയ സൃഷ്ടിയായി തീരും. അങ്ങനെ ഒരു മനോഹരമായ ജീവിതം നമുക്ക് നയിച്ച് സർവശക്തനായ ദൈവത്തിൻ്റെ അടുക്കലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കും. ഇതിന് ദൈവത്തിൻ്റെ ആത്മാവാണ് നമുക്ക് പ്രേരണ ചെയ്യുന്നത്. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിച്ചുകൊണ്ട് ആ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് അതിനനുസരിച്ചുള്ളൊരു ജീവിതം ക്രമപ്പെടുത്താൻ സർവശക്തനായ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു.